നമസ്കാരം മക്കളെ, ഗുഡ് മോർണിംഗ്. സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഒരു പുതിയ ചോദ്യവുമായിട്ട് വന്നിരിക്കുകയാണ്, പുതിയ എപ്പിസോഡുമായി വന്നിരിക്കുകയാണ്. #SN 5 AM ക്ലബ് എന്ന് പറയുന്ന ഒരു റെവല്യൂഷന്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ ജോലി നേടിത്തരിക എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സൂപ്പർ നോട്ട്സ് മക്കളെ നിങ്ങളുടെ കൂടെയുണ്ട്. ആത്മാർത്ഥമായി പഠിക്കുക, അവസാന വിജയം തീർച്ചയായിട്ടും മക്കളെ 100% കൊടുത്ത് പഠിക്കുന്ന നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും. അതിന്റെ ഭാഗമാകുവാൻ സൂപ്പർ നോട്ട്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളേടാ, നമ്മൾ ഇന്നും ഒരു നല്ല ചോദ്യം ഡിസ്കസ് ചെയ്യും. മനോഹരമായിട്ടുള്ള ആ ഒരു ചോദ്യത്തിന്റെ എല്ലാ ഫാക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. PSC ഏത് തരത്തിൽ ചോദിച്ചാലും ആ ചോദ്യങ്ങളെയൊക്കെ കവർ ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ മേളിൽ നിന്നുകൊണ്ട് റാങ്ക് അടിക്കാൻ പറ്റുന്ന, ചോദ്യത്തെ പുഷ്പം പോലെ ക്ലിയർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. 5 മണി ഈ ഒരു സമയം മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ ഒരു ദിവസം മുഴുവനും ഇതിന്റെ ഒരു എനർജിയിൽ മക്കളെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. അതായത് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഡിഗ്രി പ്രിലിംസ് 2023 സ്റ്റേജ് 1 031/2023 ക്വസ്റ്റ്യൻ കോഡിലുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. ചോദ്യം ഇതാണ്. എ കോഡിലെ 19ാമത്തെ ചോദ്യമായിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് എന്നായിരുന്നു ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ മക്കളെ, നമ്മൾ ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യനെ സമീപിക്കാം, ഏതൊക്കെ തരത്തിൽ നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ്. അപ്പം പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഡെയിലി എക്സാം ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. PSC തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ച പല ചോദ്യങ്ങളെയും നമ്മളിങ്ങനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുക. അങ്ങനെ കുറേ മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിൻ്റെ എല്ലാ രൂപരേഖയും നിങ്ങൾക്ക് കിട്ടും. അപ്പം വളരെ മനോഹരമായി ഏത് തരത്തിൽ PSC ചോദിച്ചാലും നമ്മളെ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലടാ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ്റെ നമുക്കൊരു ചോദ്യം കിട്ടി കഴിയുമ്പോഴത്തേക്കും ആദ്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ ഒരു സംഭവം ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇവിടെ നോക്കി, നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് എന്നാണ് ചോദ്യം. അല്ലാത്തത് അല്ലെ, തെറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ല കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് നമുക്കൊരു ഓപ്ഷൻ വായിക്കുന്നു, ശരിയാണെന്ന് വിചാരിക്കുന്നു, നമ്മളത് മാർക്ക് ചെയ്യുന്നു, നമുക്ക് നെഗറ്റീവ് അടിക്കുന്നു. മക്കളെ, നമുക്ക് ഇവിടെ നെഗറ്റീവിന് സ്ഥാനമില്ല. നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക. അപ്പം ലക്ഷ്യം അല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അപ്പൊ ലക്ഷ്യമല്ലാത്തതാണല്ലോ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? തെറ്റല്ലേ? ജസ്റ്റ് മണ്ടയ്ക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കണം, കണ്ണുടയ്ക്കുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നിട്ടൊന്ന് ഓപ്ഷനെ വായിച്ചേ. സഹകരണ ഫെഡറലിസം വളർത്താൻ, സഹകരണ ഫെഡറലിസം വളർത്താൻ. ഓപ്ഷൻ ബി നോക്കിയേ. കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുവാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. കേന്ദ്ര തലത്തിലാണ്. അടുത്ത നോക്കിയേ. തന്ത്രപരവും ദീർഘകാലപരവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന്. ഓപ്ഷൻ ഡി. അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാൻ. മക്കളെടാ, ഇത് 4 വായിച്ചു. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ വന്നു, സഹകരണ ഫെഡറലിസം വളർത്താനാണല്ലേ. വളർത്താൻ അവിടെ നിൽക്കട്ടെ. കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കൽ. മക്കളെ, ഈ പോയിന്റ് വരുമ്പോഴത്തേക്കും നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് നമ്മുടെ മെമ്മറിയിലേക്ക് വരണം. അതായത് നീതി ആയോഗ് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണോ, അല്ലെങ്കിൽ മോളിൽ നിന്ന് താഴേക്കുള്ള അപ്രോച്ച് ആണോ? ഓക്കെ, ബോട്ടം അപ്പ് ആണോ, അല്ലെങ്കിൽ അപ്പിൽ നിന്ന് ഡൗണിലേക്കാണോ, മോളിൽ നിന്ന് താഴേക്കാണോ? ഇതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമുക്ക് ഇതിന്റെ ഉത്തരം നിസാരമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് നീതി ആയോഗം പ്ലാനിംഗ് കമ്മീഷൻ തമ്മിലുള്ള വ്യത്യാസം പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താ പറയുന്നത്? കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. മക്കളെ, ബോട്ടം അപ്പ് അപ്രോച്ച് ആണെങ്കിൽ കേന്ദ്ര തലത്തിലേക്കാണോ ആദ്യം പോവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സിമ്പിൾ ലോജിക്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ മക്കളെ. അല്ല, പിന്നെ എവിടെയാണ്? താഴെ നിന്നായിരിക്കണം. അപ്പൊ ഗ്രാമതലത്തിൽ നിന്നായിരിക്കണ്ടേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരു ലോജിക്ക് ഇവിടെ ഇല്ലേ? അപ്പൊ ഇത് തെറ്റാവാനല്ലേ സാധ്യത കൂടുതൽ. സഹകരണ ഫെഡറലിസം വളർത്തുക ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കിയ, തന്ത്രപരവും ദീർഘകാലപരവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുക ശരിയാവാൻ ചാൻസ് കൂടുതലാണ്. അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കൽ ശരിയാവാനുള്ള സാധ്യത കൂടുതലല്ലേ? പക്ഷെ ഇവിടെ
നമ്മൾ പഠിക്കുന്നതുമായിട്ടൊരു ബന്ധമില്ല. നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ഒന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു, ഓരോ ഒബ്ജക്റ്റീവ് നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഇന്റലിജന്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഇന്റലിജന്റ് എലിമിനേഷൻ മെത്തേഡൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് മനസ്സിലാകും കേന്ദ്ര തലത്തിൽ എന്ന് പറയണമെങ്കിൽ ഇത് സെൻട്രലൈസേഷൻ അല്ലെ, മോളിൽ കേന്ദ്രീകരിക്കുന്ന തരത്തിലായിരിക്കണം. പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ അവിടെ ഏകദേശം അത് സെയിം ആയിട്ട് ശരിയായിട്ടൊക്കെ വന്നേനെയും. പക്ഷെ ഇതെന്താണ് മക്കളെ? നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ കഥ മാറുമേ. നീതി ആയോഗ് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര തലത്തിൽ നിന്ന് വരുന്നത് തെറ്റാവാനല്ലേ സാധ്യത? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിന് ഉത്തരം എന്തായിരിക്കും വരിക? ഉത്തരം എന്തായിരിക്കും ഇവിടെ വരിക? നോക്കിക്കടാ, ഉത്തരം ബി ആണ്. കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നുള്ളത് തെറ്റാണ്. പിന്നെ എവിടെയാ വരേണ്ടത്? ഗ്രാമതലത്തിൽ എന്നായിരുന്നെങ്കിൽ അത് ശരിയാകുമായിരുന്നു. ബാക്കി മൂന്നും ശരിയാണ്. എ ഓപ്ഷൻ ശരിയാണ്, സി ഓപ്ഷൻ ശരിയാണ്, ഡി ഓപ്ഷനും ശരിയാണ്. തെറ്റേത് എന്ന് ചോദിച്ചാൽ അത് ബി ഓപ്ഷൻ ആണ്. മക്കളുടെ അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായോടെ? എങ്ങനെയാണ് ആ ഒരു സംഭവം ടാക്കിൾ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ നേരെ ഇതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. നമ്മൾ SCERT NCERT ഒക്കെ അല്ലേടി നമ്മുടെ വേദവാക്യങ്ങളായിട്ട് നോക്കുക. നേരെ നമുക്ക് SCERT-ലോട്ടൊന്ന് പോവാം. SCERT-ലോട്ട് പോകുമ്പോൾ SCERT ക്ലാസ് 8-ലെ ചാപ്റ്റർ 11, അതായത് ക്ലാസ് 8-ന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ല കേട്ടോ. ക്ലാസ് 7, 9 ഒക്കെയാണ് മാറിയിട്ടുള്ളത്. 5, 7, 9 ഒക്കെയാണ് മാറിയിട്ടുള്ളത്. 8ാമത്തെ ക്ലാസ്സിന്റെ മാറിയിട്ടില്ല. അപ്പൊ 11ാമത്തെ ചാപ്റ്റർ ഒന്ന് എടുത്ത് നോക്കിയേ. അതായത് 8ാമത്തെ ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ. ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എവിടെ നിന്ന് കിട്ടുവടേ? ഒന്നും പേടിക്കണ്ട. എന്ത് ചെയ്യുക? സൂപ്പർ നോട്ട്സ് നമ്മുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്ക് എടുക്കുക. ആ ലിങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തേക്കുക. അതിന്റെ ഫ്രീ മെറ്റീരിയൽസിലോട്ട് പോവുക. ഫ്രീ മെറ്റീരിയൽസിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ കിടപ്പുണ്ട്, SCERT-യുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ കിടപ്പുണ്ട്, ഓൾഡ് ടെക്സ്റ്റ് ബുക്കുകൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം അവിടെ ഉണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്തേക്കുക? വായിച്ചേക്കുക. അപ്പോൾ അവിടെ കണ്ടന്റ് കാണും കേട്ടോ. അപ്പം എവിടുന്ന് കിട്ടുമെന്നുള്ളതും ഡൗട്ട് ഒന്നുമില്ല, നമ്മൾ അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 8-ലെ ചാപ്റ്റർ 11 എടുക്കുക. ചാപ്റ്റർ 11 എന്താണ്? ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. കാണത്തില്ലായിരിക്കും എങ്കിലും ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ചാപ്റ്ററിന്റെ താഴെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ബോക്സ് ഉണ്ട്. അത് നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോക്സ് ആണ്. പുതിയ ചുവടുവയ്പ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് വായിച്ചേ. കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും, ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ വന്നേ. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ പ്രവർത്തനം എന്ന് അവസാനിപ്പിച്ചു? 2014 അങ്ങ് അവസാനിപ്പിച്ചു. എന്നിട്ട് എന്തോ ചെയ്തടേ? നീതി ആയോഗ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കമ്മീഷൻ വന്നു. അപ്പൊ ആസൂത്രണ കമ്മീഷൻ അവസാനിപ്പിച്ചിട്ട് നീതി ആയോഗ് വന്നേ. നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. എന്നാ വന്നേ? 2015 ജനുവരി 1. ചോദിച്ച് PSC മടുത്ത ചോദ്യമാ. പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും. പഠിച്ചു വെച്ചോ. 2015 എന്നാണ്? ജനുവരി മാസം 1-ാം തീയതി നീതി ആയോഗ് നിലവിൽ വന്നു. അപ്പൊ എന്നാ പ്ലാനിംഗ് കമ്മീഷൻ അവസാനിപ്പിച്ച്? 2014. നോക്കിയേ, നീതി ആയോഗ് നിലവിൽ വന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ്. ഇത് പഠിച്ചു വെച്ചോ. നീതി ആയോഗിന്റെ ഫുൾ ഫോമാ. ഇവിടെ നിന്നും ഒരു ചോദ്യം വരും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, എന്താ? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ചോദ്യം വരുമേ, ശ്രദ്ധിച്ച് കേട്ടോണേ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ്. അതിന്റെ ഘടന ഇപ്രകാരമാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി, നീതി ആയോഗിന്റെ അധ്യക്ഷനും പ്രധാനമന്ത്രി. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും ഉണ്ടായിരിക്കും. ആര് നിയമിക്കുന്ന? പ്രധാനമന്ത്രി നിയമിക്കുന്ന. ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ആരെ നിയമിച്ചാലും മക്കളെ നിങ്ങൾ പ്രധാനമന്ത്രി എന്ന് പഠിച്ചു വെച്ചോ. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാ. CEO ആയിക്കോട്ടെ, നീതി ആയോഗിന്റെ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, അംഗങ്ങളെ ആയിക്കോട്ടെ, നമ്മുടെ സ്ഥിരമല്ലാത്ത അംഗങ്ങളായിക്കോട്ടെ, ഇവരെയൊക്കെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ നിയമിക്കുന്നത് ആരാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇവിടെ ആരായിരിക്കും? അത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുമേ. കിട്ടിയല്ലോ. ഇനിയും 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും. ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. 2 പാർട്ട് ടൈം അംഗങ്ങളുണ്ട്. ദെൻ ഒരു ഉപാധ്യക്ഷന്റെ കാര്യം പറഞ്ഞു, അധ്യക്ഷനുണ്ടെന്ന് പറഞ്ഞു. ദെൻ 4 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO-യും ഉണ്ട്. കിട്ടിയല്ലോ. അടുത്ത നോക്കിയുടെ പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് വരിക. അപ്പൊ ഇതിലെ താൽക്കാലിക അംഗങ്ങൾ ആരാണ്? ടെമ്പററി ആയിട്ടുള്ള അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളിലെയോ പ്രധാന സർവകലാശാലകളിലെയോ ആരായിരിക്കും?
അവിടെ അംഗങ്ങളായിരിക്കും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. അപ്പൊ ആരാണ് അനൗദ്യോഗിക അംഗങ്ങൾ? കേന്ദ്രമന്ത്രിമാരാണ്. ആര് നിയമിക്കും ഇവിടെ? പ്രധാനമന്ത്രി. കിട്ടിയോ? ഇവിടെ എല്ലാം പ്രധാനമന്ത്രിയാ, ആരല്ല, പ്രസിഡന്റ് അല്ല. അപ്പൊ ഓർക്കണം, എടീ നീതി ആയോഗ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, തെറ്റിദ്ധരിക്കരുത്. പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് അല്ല. 1 തരം 2 തരം 3 തരം. ആരാണ് പിന്നെ? നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ആര് നിയമിക്കും? പ്രധാനമന്ത്രി. എത്ര ചോദ്യങ്ങളുടെ ഉത്തരമാണ് മക്കളെ ഒരൊറ്റ പാരഗ്രാഫിൽ കിടക്കുന്നത്. ഒരൊറ്റ പാരഗ്രാഫ് വായിച്ചാൽ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. കിട്ടിയല്ലോ. SCERT ക്ലാസ് 8 ചാപ്റ്റർ 11 കിട്ടിയല്ലോ. ഇവിടെ ഉണ്ടോടെ? ഇവിടെ ഉണ്ടോ നമ്മൾ പറഞ്ഞ സാധനം? ഇല്ല. ചോദ്യത്തിനകത്തിലെ സാധനം എവിടെയാണ് കിടക്കുന്നത്? ഒന്ന് നോക്കിയേ. ഇവിടെയാണ് ലക്ഷ്യങ്ങൾ കിടക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ SCERTയിൽ കിടക്കുക. ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയേ. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കൂട്ടുകയാണോ? അല്ല, തെറ്റരുത്. കൂട്ടുകല്ല, കുറയ്ക്കണം. അല്ലെ? കുറയ്ക്കണം. അതായത് സർക്കാർ കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതൊക്കെ അങ്ങോട്ട് കുറച്ചു. അപ്പോൾ വ്യവസായ സേവന മേഖലയിൽ ആരാണ്? അവരവർക്ക് തീരുമാനിക്കാം. ഗവൺമെന്റ് അതിനകത്ത് കയറി ഇടപെടത്തില്ല. ഗവൺമെന്റിന്റെ പങ്കാളിത്തം കുറച്ചു. പോയിന്റ് ഉണ്ടോ? ഓപ്ഷനിലുള്ള പോയിന്റ് ഇല്ല. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനങ്ങളുടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. നമ്മുടെ കാർഷിക മേഖലയിൽ പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മിശ്ര കാർഷികമാക്കണം. മിക്സ്ഡ് അഗ്രികൾച്ചറൽ ഇക്കോണമിയാക്കി മാറ്റണം. അപ്പോൾ ഉൽപ്പാദനം പലതരത്തിലുള്ള കൃഷി ചെയ്യുന്ന ഇക്കോണമിയായിട്ട്, അഗ്രികൾച്ചറൽ മേഖലയായിട്ട് നമ്മുടെ കൃഷി മേഖലയെ വളർത്തുക. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് പ്രബല മധ്യവർഗത്തെ. നമ്മുടെ രാജ്യത്ത് മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണ് കൂടുതൽ. അപ്പോൾ പ്രബലമായിട്ടുള്ള മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുവാൻ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ മിഡിൽ ക്ലാസിനെ കൂടി നമ്മുടെ ഇക്കോണമി വളർത്തുന്നതിന് ഉപയുക്തമാക്കി മാറ്റുക. അവരെ എന്ത് ചെയ്യുക? അവരുടെ സഹായം കൂടി തേടുക. അവരെ കുറച്ചുകൂടി മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അപ്പോൾ പ്രവാസി ഇന്ത്യക്കാരെ കൂടി എന്ത് ചെയ്യണം? നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി വിനിയോഗിക്കണം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. നമ്മുടെ നഗരപ്രദേശങ്ങളുണ്ടല്ലോ, ആ നഗരപ്രദേശങ്ങളിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. എങ്ങനെയാ? പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടെക്നോളജികളുടെ സഹായത്തോടു കൂടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടുവാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അതായത് ആഗോളമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ എക്കോണമി തകരാതെ നിൽക്കണം. ഇന്ത്യൻ എക്കോണമി ഇങ്ങനെ പിടിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇവിടെ അത്തരത്തിലൊരു സ്ട്രോങ് എക്കോണമി ആയിട്ട് മാറ്റുക. അങ്ങനെ എന്ത് വിപണി ശക്തികൾ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടുവാൻ നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യണം? ഇവിടെ പ്രാപ്തിയുള്ളതാക്കി മാറ്റണം. ഇതൊക്കെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ്. എവിടെയുണ്ട്? SCERTയിലുണ്ട്. ഇത്രയും പഠിച്ചു വെച്ചോണ്ടേ. പക്ക പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോ. പക്ഷെ ഇതിലൊരു കാര്യം മനസ്സിലായോ? നമ്മൾ എടുത്ത ക്വസ്റ്റ്യന്റെ ഒരു ഓപ്ഷൻ പോലും എവിടെയില്ല? ഇവിടെയില്ല. നമ്മൾ പഠിച്ചതിനകത്തിലുള്ള ഒരു സാധനം പോലും എവിടെയില്ല? ഇവിടെയില്ല. ഈ പറഞ്ഞിരിക്കുന്നതിനകത്തിലൊന്നും ഇവിടെയില്ല. പിന്നെ ഇത് എവിടുന്ന് വന്നടേ? പിന്നെ ഇത് എവിടുന്ന് വന്നു? തപ്പിപ്പൊക്കോണം. എങ്ങോട്ട്? സൈറ്റിലോട്ട്. ആരുടെ സൈറ്റിൽ? നീതി ആയോഗിന്റെ സൈറ്റിലോട്ട് തപ്പിപ്പൊക്കോണം. കിടപ്പുണ്ട്. നീതി ആയോഗിന്റെ സൈറ്റ് എടുക്കുമ്പോൾ നീതി ആയോഗിന്റെ സൈറ്റിൽ ഇവിടോട്ട് വരുമ്പോൾ ഇങ്ങനെ കിടപ്പുണ്ട്. നീതി ആയോഗിന്റെ സൈറ്റിൽ ഇത് ചിലപ്പോൾ വായിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ മലയാളം ഞാൻ കാണിച്ചു തരാം കേട്ടോ, പേടിക്കണ്ട. ഇത് സൈറ്റിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിന്റെ മലയാളം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ മലയാളത്തിൽ കൃത്യമായിട്ട് മക്കളെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇത് സൈറ്റിലെ നേരിട്ടുള്ള സാധനമാണ്. ഈ കിടക്കുന്ന സൈറ്റിലെ സ്ക്രീൻഷോട്ടാണ്. ആ സ്ക്രീൻഷോട്ടിന്റെ മലയാളം ഇത് ചിലപ്പോൾ വായിക്കാൻ പറ്റത്തില്ല. അതിന്റെ മലയാളം ഇവിടെ കിടപ്പുണ്ട്. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയുടെ പങ്കിട്ട കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ നോക്കിയേ. ശക്തമായ സംസ്ഥാനങ്ങൾ ഒരു ശക്തമായ രാഷ്ട്രമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് തുടർച്ചയായ സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. കണ്ടോ കിടക്കുന്നേ? ഫസ്റ്റ് പോയിന്റ് അല്ലേടെ ഇത്. അപ്പൊ സംസ്ഥാനങ്ങളെ കൂടി എന്ത് ചെയ്യുക? ശക്തമായിട്ടുള്ള നമ്മുടെ രാഷ്ട്ര നിർമ്മിതിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹകരണ ഫെഡറലിസം വളർത്തുക. എവിടാ കിടക്കുന്നത്? സൈറ്റിലാ. SCERT മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒഫീഷ്യൽ സൈറ്റിലും കൂടെ പോകണം. അപ്പൊ ഒന്നാമത്തെ കിട്ടിയല്ലോ, ശരിയാണെന്ന് മനസ്സിലായല്ലോ. 2, ഗ്രാമതലത്തിൽ. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റിലൂടെ കേന്ദ്ര തലത്തിൽ എന്നൊരു പോയിന്റ് കണ്ടില്ലേ? തെറ്റ്. എന്താണ്? ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെന്റിന്റെ ഉയർന്ന തലത്തിൽ ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. അപ്പൊ എന്താ വളർത്തുക? അപ്പൊ എന്താണ് വികസിപ്പിക്കുക? എന്താണ് വികസിപ്പിക്കേണ്ടത്? ഗ്രാമതലത്തിലാണ്. ഗ്രാമതലത്തിൽ നിന്ന് മോളിലോട്ട്, ബോട്ടം അപ്പ് അപ്രോച്ച്.
കിട്ടിയോ? പോയിന്റ് എവിടെ കിടക്കുന്നത് മനസ്സിലായോ? എടേ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ, ഞാൻ SCERT പഠിച്ച് NCERT പഠിച്ച് ഇത് എവിടെ കിടന്ന പോയിന്റാ? എവിടെയും കിടന്ന പോയിന്റ് അല്ല, സൈറ്റ് കിടപ്പുണ്ട്, തപ്പി കണ്ടുപിടിക്കണം. ദാ കിട്ടിയല്ലോ നിങ്ങൾക്ക്, ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. അപ്പൊ ഗ്രാമതലത്തിൽ നിന്ന് മുകളിലോട്ടാണ്. എന്താണ് തെറ്റ്, എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ലേ? അടുത്ത പോയിന്റ്, ദേശീയ സുരക്ഷയുടെ താല്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മേഖലകളെ ഉറപ്പാക്കുക. പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റാണ്. അതേപോലെ തന്നെ സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത അപകട സാധ്യതയുള്ള നമ്മുടെ സമൂഹത്തിലെ വിഭവങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. അതായത് ഒരു വളർച്ചയൊന്നും ഉണ്ടാക്കിയെടുക്കാത്ത, രാജ്യത്തിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത മേഖലകളെ കൈപിടിച്ച് മുകളിൽ കൊണ്ടുവരുന്നതിന് ആര് ശ്രമിക്കണം? നീതി ആയോഗ് ശ്രമിക്കണം. തന്ത്രപരവും ദീർഘകാലപരവും, അടുത്ത പോയിന്റാണ് ഇത്, തന്ത്രപരവും ദീർഘകാലപരവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും അവയുടെ ഫലപ്രാപ്തിയും നിരീക്ഷിക്കുവാനും നീതി ആയോഗ് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. എവിടെ കിടക്കുന്ന പോയിന്റ്? ദാണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ? തന്ത്രപരവും ദീർഘകാലപരവും. ഇത് നമ്മൾ കണ്ടു, ഇതും നമ്മൾ കണ്ടു, ഇതും നമ്മൾ കണ്ടു. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് കാണാനുണ്ട്. തപ്പി കണ്ടുപിടിച്ചാലോടെ നോക്കിയേ. നിരീക്ഷണത്തിലൂടെയും ഫീഡ്ബാക്കിലൂടെയും പഠിച്ച പാഠങ്ങൾ ആവശ്യമായ മിഡ് കോഴ്സ് തിരുത്തലുകൾ ഉൾപ്പെടെ നൂതനമായ മെച്ചപ്പെടുത്തലുകൾക്കായി ഉപയോഗിക്കാം. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നിരീക്ഷിച്ച് കണ്ടെത്തി, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എടുത്തു, അപ്പോൾ അതിൽ നിന്നൊരു പോരായ്മ മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് അല്ലെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് നീതി ആയോഗ് സഹായിക്കുന്നു. പ്രധാന പങ്കാളികളും ദേശീയ അന്തർദേശീയ സമാധാന ചിന്താഗതിക്കാരായ തിങ്ക് ടാങ്കുകളും വിദ്യാഭ്യാസ നയ ഗവേഷണ സ്ഥാപനങ്ങൾക്കുമിടയിൽ ഉപദേശം നൽകുന്ന പങ്കാളിത്തം ഉപദേശം നൽകുവാനും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ട് നീതി ആയോഗ് ഉണ്ട്. അതായത് ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് കൂടി നീതി ആയോഗ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്വൈസുകൾ വിദ്യാഭ്യാസ നൂതന മേഖലകളിൽ ആവശ്യമാണെങ്കിൽ ആ അഡ്വൈസുകൾ കൊടുക്കുവാനായിട്ട് ആര് വില്ലിംഗ് ആണ്? നീതി ആയോഗ് വില്ലിംഗ് ആണ്. അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ അതാണ്. അടുത്ത പോയിന്റ് നോക്കിയേ. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റു പങ്കാളികൾ എന്നിവരടങ്ങുന്ന ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണ സംവിധാനവും സൃഷ്ടിക്കുക. ഓർമ്മ ഉണ്ടോ ഈ പോയിന്റ്? അവസാനത്തെ പോയിന്റായി പറഞ്ഞത് കണ്ടോ? അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണ സംവിധാനവും സൃഷ്ടിക്കുക. അപ്പുറത്ത് പഠിച്ച ആ ഒരു പോയിന്റ് കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ കിടപ്പുണ്ട്, സൈറ്റ് കിടപ്പുണ്ട്. സൈറ്റിലെ പോയിന്റുകൾ അതേപോലെ എടുത്ത് ഇട്ടേക്കുക. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വെറുതെ പഠിച്ചു പോയാൽ പോരാ. റാങ്ക് ഫയലുകളിലുള്ളതോ അല്ലെങ്കിൽ SCERT ഉള്ളതോ മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങൾ അത് പഠിക്കണ്ടെന്നല്ല, അത് മാത്രം പഠിച്ചാൽ പോരാ. പിന്നെ എന്തും പഠിക്കണം മക്കളെ. നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് ഒഫീഷ്യൽ സൈറ്റുകൾ, ബെയർ ആക്റ്റുകൾ. ഇവിടെ നമ്മുടെ സൂപ്പർ നോട്ട്സിലെ ക്ലാസ്സുകൾ അപ്രകാരമാണ് ചിട്ടപ്പെടുത്തിയത്. SCERTയും NCERTയും ഒക്കെ ക്ലിയർ ചെയ്തു പോകും. അതിനോടൊപ്പം ഒഫീഷ്യൽ സൈറ്റുകൾ നമ്മൾ പരിശോധിച്ച് അതിൽ നിന്നുള്ള ഡേറ്റ എടുക്കും. അതേപോലെ തന്നെ ബെയർ ആക്റ്റുകൾ, ഇപ്പം കോഡ് 2025 എന്നൊരു ബാച്ചുണ്ട്. അവിടെ BNSഉം BSSും ഒക്കെ പഠിക്കണം അല്ലെ, BSc ഒക്കെ പഠിക്കണം. അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആ കൃത്യമായുള്ള ബെയർ ആക്റ്റിൽ നിന്നാണ് ഇവിടുത്തെ അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. വികസന അജണ്ട നടപ്പിലാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിന്, വേഗത്തിലാക്കുന്നതിന്, ഇന്റർ സെക്ടറൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുക? വാഗ്ദാനം ചെയ്യുക. ഒരു അത്യാധുനിക റിസോഴ്സ് സെന്റർ നിലനിർത്തുന്നതിന് സുസ്ഥിരവും തുല്യവുമായ വികസനത്തിലെ നല്ല ഭരണത്തെയും മികച്ച സമ്പ്രദായങ്ങളെയും കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു സംഭരണശാലയാക്കുക. അതോടൊപ്പം അവ ഓഹരി ഉടമകൾക്ക് പ്രചരിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുക. അതായത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റിസോഴ്സുകൾ, നമ്മുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള റിസോഴ്സുകൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് ഏകോപിപ്പിക്കുക, ഗവേഷണത്തിന് വേണ്ടി വിനിയോഗിക്കുക, എന്തെങ്കിലും നമ്മുടെ പുതിയ കണ്ടുപിടുത്തങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിന് സഹായമാക്കി തീർക്കുക. നമ്മുടെ ഓഹരി ഉടമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉപയുക്തമാക്കുക. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ്. വിജയ സാധ്യതയും ഡെലിവറി വ്യാപ്തിയും ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ വിഭവങ്ങളുടെ തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുടെയും സംരംഭങ്ങളുടെയും നടപ്പാക്കൽ സജീവമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ഇതൊക്കെ ആരുടെ ലക്ഷ്യമാണ്? നീതി ആയോഗ്. നിങ്ങൾ പലരും ഇത് കേട്ടിട്ടില്ലല്ലോ, ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പലരും, എല്ലാവരും അല്ല, ചിലർ ഇത് വായിച്ചിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ലാത്തവരൊന്ന് കമന്റ് ചെയ്തേക്കണടാ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, സാധനം എവിടെയുണ്ട്? സൈറ്റിലുണ്ട്. ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. നീതി ആയോഗിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എടുത്ത് ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തേക്കുന്നത്, അതെല്ലാം ഒന്ന് വായിച്ച് നോക്ക്. ഈ മലയാളത്തിലുള്ള സംഗതികൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും മക്കളെ? ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അപ്പം #5am ക്ലബ്ബ്, നിങ്ങൾ സൂപ്പർ നോട്ട്സ് 5am ക്ലബ്ബ് നിങ്ങൾ ഓർക്കും. ഓക്കെ അല്ലേ? ഇനി നീതി ആയോഗിൻ്റെ മുകളിൽ ചില കീ ഇനിഷ്യേറ്റീവ് ഉണ്ട്. പല പരീക്ഷകൾക്കും വന്നിട്ടുള്ള ചില കീ ഇനിഷ്യേറ്റീവ് ആണ്. ഒന്ന് നോക്കി വെച്ചേക്ക്. ലൈഫ് എന്ന് പറയുന്ന ഒരു കീ ഇനിഷ്യേറ്റീവ് ഉണ്ട്.
ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്ന ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചേക്കണേടാ. അടുത്ത് NDAP നാഷണൽ ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം, അത് മറ്റൊരു ഇനിഷ്യേറ്റീവാണ്. അതുപോലെ തന്നെ ശൂന്യ സീറോ പൊല്യൂഷൻ മൊബിലിറ്റി, നമ്മുടെ പൊല്യൂഷൻ ഒരു സീറോ പൊല്യൂഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ ശൂന്യ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. ഈ അമൃത് ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാട്ടോ, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആക്സിലറേറ്റഡ് ഇ മൊബിലിറ്റി റിവല്യൂഷൻ ഫോർ ഇന്ത്യസ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമ്മുടെ ഇലക്ട്രോണിക് വെഹിക്കിൾസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു ഇന്നോവേഷനാണ് ഈ അമൃത് എന്ന് പറയുക. ഈ അമൃത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടത് ഈ അമൃത് കിട്ടിയല്ലോ. ദെൻ വ്യുമൻ എംപവർമെന്റ് ഓണ്ടർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. ദെൻ മെത്തനോൾ എക്കോണമി, ഇതും പല പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ആരുടെ ഇനിഷ്യേറ്റീവാ? നീതി ആയോഗിന്റെ ഇനിഷ്യേറ്റീവാണ് മെത്തനോൾ എക്കോണമി. ഇന്ത്യൻ പോളിസി ഇൻസൈറ്റ്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യാസ് ഗോൾഡ് മാർക്കറ്റ്, നീതി ലെക്ചേഴ്സ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചില ഇനിഷ്യേറ്റീവുകളുണ്ട്. ഇതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ, പരീക്ഷയ്ക്ക് ഇനിയും വരും. നിങ്ങൾക്ക് തെറ്റരുത്, നെഗറ്റീവ് അടിക്കരുത്, ചോദ്യമായിട്ട് വന്ന് എടുത്തോണം. ഇനി നീതി ആയോഗിന്റെ ചില കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഇതിന്റെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ആയോഗ് എന്നാണ്. 2015 ജനുവരി 1 മുതലാണ് ആസൂത്രണ കമ്മീഷന് പകരമായി വന്നത്. അജയ് ചിബറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് വന്നത്. അജയ് ചിബർ എന്ന് പറയുന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് വന്നത്. ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹിയിലാണ്. ഗവൺമെന്റ് പ്രോഗ്രാമുകളും വികസന തന്ത്രങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുക. ഗ്രാമതലത്തിൽ നിന്ന് മുകളിലോട്ടാണ് ഇത് പോവുക. ഇന്ത്യയുടെ ഒരു തിങ്ക് ടാങ്ക് എന്നുള്ള നിലയ്ക്കാണ് ഈ നീതി ആയോഗ് വർക്ക് ചെയ്യുന്നത്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം 2015 ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ് നടന്നത്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനത്തെയാണ് ടീം ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതൊക്കെ എന്ത് ചെയ്തേക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ ജസ്റ്റ് ഞാൻ ഓടിച്ചിട്ട് പോകുന്നു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പൊസിഷനുകൾ കൂടി ഒന്ന് നോക്കി വെച്ചേക്കണേ. നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്, സംശയമില്ലല്ലോ. കറണ്ട് ചെയർമാൻ നരേന്ദ്രമോദി, ആദ്യത്തെ ചെയർമാനും നരേന്ദ്രമോദി, നിലവിലത്തെ ചെയർമാനും ആര് തന്നെ? നരേന്ദ്രമോദി തന്നെയാണ്. ഫസ്റ്റ് വൈസ് ചെയർമാൻ ആരാ? അരവിന്ദ് പനഗിരിയാണ്. അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ വൈസ് ചെയർമാൻ ആരാണ്? അത് സുമൻ കെ ബേരി. നിലവിൽ സുമൻ കെ ബേരി, ആദ്യം അരവിന്ദ് പനഗിരിയ. ഇപ്പോഴത്തെ അരവിന്ദ് പനഗിരിയ 16ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ ആരാണ്? ചെയർമാൻ ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, അധ്യക്ഷനാണ്. ഫസ്റ്റ് CEO സിന്ധുശ്രീ ഖുള്ളർ ആണ്. സിന്ധുശ്രീ ഖുള്ളർ കേട്ടോ. അടുത്ത നോക്കിയേ, കറണ്ട് CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് കറണ്ട് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോടാ മക്കളെ, സെറ്റ് അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത കുറേ അധികം കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. മക്കളെ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ #SN5AM Club എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും നന്നായി പഠിക്കുക കേട്ടോ. ഓക്കേടാ, താങ്ക് യു.